രാവിലെ 6 മണി തൊട്ട് ഇവിടെ ഷുഗർ പേഷ്യൻ്റ് വന്ന് നിൽക്കുകയാണ്. അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ അവിടെ ഓപ്പൺ ആവുന്നത്ര 9 മണിക്ക്. അവരെപ്പോൾ ഫുഡ് കഴിക്കും, എപ്പോൾ അടുത്ത ടെസ്റ്റ് ചെയ്യും, ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അന്വേഷിച്ചു. മരുന്ന് കഴിക്കുന്നിടത്ത് അതിനേക്കാളും വിഷയങ്ങളാണ്. 5 പേര് ഡ്യൂട്ടിയിലുണ്ട്. പക്ഷെ ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. നമ്മൾ ഓരോന്നും അവരോട് തുറന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്നണക്ക് ചെയ്യണം, ഇന്നണക്ക് ചെയ്യണം, ഇന്നണക്ക് ചെയ്യണമെന്ന്. അവർക്ക് അതിനേക്കാൾ കൂടുതൽ വിഷയം ഉണ്ടായാൽ ഇവർ ഈ ഡ്യൂട്ടി നിൽക്കുന്നവർ നോക്കുമോ? ഇത് മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവർ കാണിക്കുന്നതല്ല. മൊത്തം അഴിമതി എന്ന് പറഞ്ഞാൽ മൊത്തം അഴിമതിയെ കാണിക്കുന്നത്. അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ എത്തുന്നവർക്ക് പറയുവാനുള്ളത് ദുരിതങ്ങളുടെ കഥയാണ്. ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് മൂലം രോഗികൾ ദുരിതത്തിലാകുന്നു. ദിവസവും 700ഓളം ഒപിയാണ് ഇവിടെ നടക്കുന്ന ഈ ആശുപത്രിയുടെ പ്രവർത്തനം കുത്തഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികൃതർ മൗനം പാലിക്കുന്നത് മൂലം ആശുപത്രി നാശത്തിന്റെ വക്കിലാണെന്ന് ഇവിടെ എത്തുന്ന രോഗികൾ തന്നെ പറയുന്നു. വാങ്ങുന്നവർക്ക് പ്രത്യേക ഒരു കൗണ്ടർ ഉണ്ടെങ്കിൽ അവർക്ക് കാര്യമാണ്. രാവിലെ 8 മണിക്ക് വന്നവർ മൊത്തം കൂടെ നിൽക്കുക. ഇൻസുലിനും മറ്റ് മരുന്ന് വാങ്ങേണ്ടവർ പ്രത്യേകം, ഇൻസുലിൻ വാങ്ങേണ്ടവർ പ്രത്യേകം കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. ആവശ്യത്തിനുള്ള ഡോക്ടറോ ഫാർമസിയിലെ സ്റ്റാഫുകളോ നഴ്സിംഗ് സെക്ഷനിലോ വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതാണ് ഇവിടെ എത്തുന്ന രോഗികളെ വലയ്ക്കുന്നത്. ഇതിനോളം ക്യൂ നിന്ന് അവിടെ കൗണ്ടറിൽ ചെന്നപ്പോഴത്തേന് അവിടെ ഈ എഴുതിക്കുന്ന മരുന്നുമില്ല, ഒന്നുമില്ല. പിന്നെ പുറത്തുനിന്ന് മേടിക്കേണ്ട അവസ്ഥയാണ്. ഒരവസ്ഥ പറഞ്ഞാൽ ഇവിടെ ഒരു മരുന്നുമില്ല, ഒരു തേങ്ങയില്ല, ഒന്നുമില്ല. ഇവിടെ എത്ര മണിക്കൂർ ക്യൂ നിന്നാലും ഒരു കാര്യമില്ല. ഡോക്ടറെ ഇരുന്ന മരുന്ന് ഇവിടെ എന്തായാലും കിട്ടത്തില്ല, പുറത്തുനിന്ന് മേടിച്ചാൽ. മരുന്ന് വാങ്ങാൻ ഫാർമസിയുടെ മുന്നിൽ രോഗികൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. രാത്രി 8 മണി കഴിഞ്ഞാൽ ഡോക്ടറുടെ സേവനമുണ്ടെങ്കിലും ഫാർമസിയിൽ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് അടഞ്ഞു തന്നെ കിടക്കും. കൗണ്ടറിൽ വന്ന് ഡോക്ടറെടുത്ത് 8 മണി 8:30 ഡോക്ടർ കൗണ്ടർ തുറന്നത്. അത് കഴിഞ്ഞ് 9:15 ഡോക്ടർ വന്ന് ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ലാബിൽ കയറി പ്രഷർ നോക്കി. അത് കഴിഞ്ഞ് മരുന്നിന് വന്ന് അന്നേരം മുതൽ കൂടെ നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴാണ് മരുന്ന് കിട്ടിയത്. എത്ര മണിക്കൂറായി? 11 കാലമായി. മരുന്നെല്ലാം കിട്ടി. ഇപ്പോഴാണ് കിട്ടിയത്. എത്ര മണിക്കൂർ നിൽക്കുന്നതാണെന്നറിയോ? ഇന്നാണ് കാല് കഴിക്കുന്നോടാ. 8 മണിയായപ്പോൾ ഞങ്ങളിവിടെ വന്നതാണ് ഈ മനുഷ്യനെയും കൊണ്ട്. പക്ഷേ ഒരു ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ ആവി പിടിച്ചു. നമ്മുടെ കുറ്റം അല്ല. എന്നാലും സർക്കാരിൻ്റെ മരുന്ന് നല്ല മരുന്നാണ്. പക്ഷെ എന്നാലും ഇതല്ലായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയോടൊക്കെ ഉണ്ടായിരുന്നു. ആ പോട്ട മരുന്നെല്ലാം കിട്ടിയില്ലയോ? ഇത്രയുള്ള എഴുതുന്നതല്ല അവർ തരുത്തോളൂ. സാരമില്ല. രാവിലെ 6 മണി തൊട്ട് ഇവിടെ ഷുഗർ പേഷ്യൻ്റ് വന്ന് നിൽക്കുകയാണ്. അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ അവിടെ ഓപ്പൺ ആവുന്നത്ര 9 മണിക്ക്. അവരെപ്പോൾ ഫുഡ് കഴിക്കും, എപ്പോൾ അടുത്ത ടെസ്റ്റ് ചെയ്യും, ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അന്വേഷിച്ചു. മരുന്ന് കഴിക്കുന്നിടത്ത് അതിനേക്കാളും വിഷയങ്ങളാണ്. 5 പേര് ഡ്യൂട്ടിയിലുണ്ട്. പക്ഷെ ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. നമ്മൾ ഓരോന്നും അവരോട് തുറന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്നണക്ക് ചെയ്യണം, ഇന്നണക്ക് ചെയ്യണം, ഇന്നണക്ക് ചെയ്യണമെന്ന്. അവർക്ക് അതിനേക്കാൾ കൂടുതൽ വിഷയം ഉണ്ടായാൽ ഇവർ ഈ ഡ്യൂട്ടി നിൽക്കുന്നവർ നോക്കുമോ? ഇത് മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവർ കാണിക്കുന്നതല്ല. മൊത്തം അഴിമതി എന്ന് പറഞ്ഞാൽ മൊത്തം അഴിമതിയെ കാണിക്കുന്നത്. രാവിലെ തൊട്ട് അവർ വന്നിരുന്ന് പറയാം അവർക്ക് ബാത്റൂം തുറന്നു കൊടുക്കുന്നില്ല. അവരെവിടെ പോകും? ഇവിടെ പൊതുവായിട്ടൊരു ബാത്റൂം ഇല്ല ഈ 5 ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. ഇതുമൂലം രാത്രി ആശുപത്രിയിൽ എത്തുന്നവർക്ക് മരുന്ന് പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാ മരുന്നുകളും ഇല്ല എന്നുള്ളതും രോഗികളെ ഏറെ ദുരിതത്തിലാക്കുന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അഞ്ചൽ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം ജനക്ഷേമമായി പ്രവർത്തിക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ ആവശ്യപ്പെട്ടു. ന്യൂസ് കേരളം, കൊല്ലം. മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. കെട്ടിട നിർമ്മാണ രംഗത്ത് 28 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്ത്യക്കോട്. കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ, പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്ത്യക്കോട്. Contact 94472 44659 89218 37847.